കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. അസം സ്വദേശി അമിത് ഉറാങ് തൃശൂർ മാളയിൽ നിന്നാണ് പിടിയിലായത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മാള മേലടൂരിൽ നിന്ന് പ്രതി പിടിയിൽ ആയത്. മൊബൈൽ മോഷണ കേസിന് ശേഷം പ്രതിയുടെ വനിതാ സുഹൃത്ത് ഉപേക്ഷിച്ച് പോയി. അതിലെ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് പോലീസിന്റെ നിഗമനം. ഞാൻ നമ്മുടെ അത്യാവശ്യ അതുകൊണ്ടോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിനീഷിനോടൊക്കെ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശും ചേരുകയാണ്. ആദ്യം ഗോകുലിലേക്ക്. ഗോകുൽ, ഈ പ്രതിയെ തന്നെയായിരുന്നു പോലീസിന് ആദ്യം മുതൽ സംശയം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് പോലീസ് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, തിരുവാതുക്കൽ സ്വദേശികളായിട്ടുള്ള വിജയകുമാറിൻ്റെയും മീരയുടെയും മരണത്തിൽ കൃത്യമായിട്ട് ഇന്നലെ തന്നെ പ്രതി അമിത് ഉറാങ് ആണ് എന്നുള്ളതിൻ്റെ സ്ഥിരീകരണം പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെയും പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടുത്തെ മുൻ ജീവനക്കാരനായിരുന്ന അമിത് തന്നെയാണ് പ്രതി എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോലീസ് എത്തിച്ചിരുന്നത്. തുടർന്ന് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇന്നലെ മുതൽ തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും കോട്ടയം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തൃശ്ശൂരിലെ മാളയിൽ നിന്നും പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിയുമായിട്ട് അന്വേഷണ സംഘം കോട്ടയത്തേക്ക് എത്തിച്ചേരും. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും എത്തുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇവിടെ എത്തിച്ച് പ്രതിയെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. മെഡിക്കൽ എടുക്കുക, അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കുക, തെളിവെടുപ്പ് തുടങ്ങിയിട്ടുള്ള നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നത്. എത്രയും വേഗം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ പോലീസ് ഇപ്പോൾ കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെ അല്പസമയം മുമ്പ് CBI സംഘം കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് ഈ തിരുവാതുക്കൽ സ്വദേശികളുടെ മകൻ്റെ മരണം 2017 സംഭവിച്ച മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. ആ കേസും ആ സംഭവവും ഇന്നലെ നടന്നിട്ടുള്ള മരണങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുകൂടി CBI പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ ഈ മരണം നടന്ന വീട്ടിലും CBI സംഘം എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് CBI സംഘം എത്തിയിട്ടുണ്ട്. ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് CBI ഉദ്യോഗസ്ഥർ. ഒരുപക്ഷെ അമിത് പ്രതിയെ CBI ഉദ്യോഗസ്ഥരും ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കിയ കൊലപാതകമാണ് ഇന്നലെ ഉണ്ടായത്. അതിൽ കൃത്യമായിട്ട് പോലീസിന് പ്രതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളും അവിടെ അവശേഷിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വീട്ടിൽ കൊലപാതകം നടത്തിയ ശേഷം അതിൻ്റെ CCTV DVR പ്രതി എടുത്തുകൊണ്ട് പോയെങ്കിൽ പോലും പ്രതിയുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് പ്രതി തലേദിവസം എടുത്തിരുന്ന റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രതിയുടെ ഫിംഗർ പ്രിൻറ്റ്, പ്രത്യേകിച്ച് കൊല ചെയ്യാൻ ഉപയോഗിച്ച കോടാലിയിലും അതോടൊപ്പം തന്നെ വാതിലിലും ജനാലയിലും പ്രതിയുടെ ഫിംഗർ പ്രിൻറ്റ് വിരലടയാള വിദഗ്ധർ ഇന്നലെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഫിംഗർ പ്രിൻറ്റ് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു മോഷണ കേസ്, ഈ പ്രതിയെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഫോൺ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പരാതി നൽകി അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഫിംഗർ പ്രിൻറ്റുമായിട്ട് ഇത് പരസ്പരം താരതമ്യം ചെയ്തു നോക്കിയപ്പോൾ ഒരാളുടെ ഫിംഗർ പ്രിൻറ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കി. അതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവായിട്ട് പോലീസിന് ലഭിക്കുകയുണ്ടായത്. അതിലൂടെ തന്നെയാണ് കൃത്യമായിട്ട് പ്രതി അല്ലെങ്കിൽ അമിത് തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്നുള്ളതിലേക്ക് തീരുമാനങ്ങൾ അല്ലെങ്കിൽ പോലീസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. മാത്രമല്ല, ഇയാൾ ആ മൊബൈൽ മോഷണ കേസിൽ 6 മാസത്തോളം ജയിലിലായിരുന്നു. ഈ സമയത്ത് പ്രതിയുടെ വനിതാ സുഹൃത്ത് അയാളെ ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിന് കാരണം ഈ വീട്ടുകാരുടെ പരാതിയാണ്, വീട്ടുകാരാണ് എന്നുള്ള ഒരു വൈരാഗ്യം കൂടി ഈ പ്രതിക്കുള്ളിലുണ്ടായിരുന്നു. ആ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് നിലവിൽ പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഇയാൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആ കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച കോട്ടയം നഗരത്തിലെത്തിയിട്ട് ഇവിടെ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു ലോഡ്ജിൽ ഇയാൾ മുറിയെടുത്തു. ആ ലോഡ്ജിൽ നിന്നുകൊണ്ട് അടുത്ത 2 ദിവസങ്ങൾ, ശനി ഞായർ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഈ തിരുവാതിക്കൽ ഭാഗത്തെത്തി ആ വീടുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ ആ ലോഡ്ജിലെ റൂം വെക്കേറ്റ് ചെയ്തു. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്നൊരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നു. തുടർന്ന് പകൽ സമയം അയാൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രി സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയിട്ട് ഇത്തരത്തിൽ വന്ന് കൊലപാതകം നടത്തുകയായിരുന്നു. ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ സംഭവ സ്ഥലത്ത് നിന്നും പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പോലീസ് റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ഈ ലോഡ്ജിലും എത്തി അവിടെയുള്ള ആളുകളോട് വിവരങ്ങൾ ശേഖരിച്ചു. ഒപ്പം അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചപ്പോൾ
ഇയാളുടെ സാന്നിധ്യം കൃത്യമായിട്ട് അതിലുണ്ടായിരുന്നു. അതിലൂടെ തന്നെയാണ് ഇയാളെ പിടികൂടാനായിട്ട് എന്തായാലും ഇപ്പോൾ പോലീസിന് സാധിച്ചിരിക്കുന്നത്. അയാൾ ഇവിടെ നിന്നും ഏത് രീതിയിലാണ് തൃശ്ശൂരിലേക്ക് കടന്നത് എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് പ്രതി ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഇന്നലെ തന്നെ ബോധ്യപ്പെട്ടതാണ്. എന്തായാലും അതിലും ആസൂത്രിതമായിട്ട് കൃത്യമായിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പ്രതിയെ പിടികൂടാനായിട്ട് പോലീസിന് സാധിച്ചു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ് ലക്ഷ്മി.